നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കുന്നതിലും എത്രയോ മനോഹരമാണ് ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു വികാരമാണ്. ആ വഴിയിലെ കാഴ്ചകളും ആ മനോഹരമായ കാഴ്ചകളും ആ പോകുന്ന വണ്ടികളും ആൾക്കാരും ഇതൊക്കെ കണ്ട് നമുക്ക് കഴിച്ചാൽ പൈസയും കുറവ്, ഗുണമോ മെച്ചം, എല്ലാം മെച്ചം. പക്ഷേ നമ്മളൊരു വലിയൊരു പ്രീമിയം ഹോട്ടലിലൊക്കെ പോയി കഴിക്കുവാണെങ്കിൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ എ സിക്കകത്തിരുന്ന് കഴിച്ചിട്ട് ഇറങ്ങിപ്പോവുക. ഇതുപോലെ പല പല കാര്യങ്ങൾ നമുക്ക് ആസ്വദിച്ചത് കഴിക്കാൻ പറ്റില്ല. പുള്ളി അതിൻ്റെ അകത്തോട്ട് സോസ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഫ്രൈഡ് റൈസ് സെറ്റാകാറായി. ഇന്നത്തെ ഞങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോസായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതാണ്ടോ സാധനം ഒഴിച്ചു, അതും എന്താണെന്ന് മനസ്സിലായില്ല. പുള്ളിയിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏകദേശം ഒരു 8 മിനിറ്റ് സമയത്തോളമാണ് എടുക്കുന്നത്. പുള്ളി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം തീരും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലയോ ഏതാണ്ടോ ഇടുന്നുണ്ട്. ഇനി വീണ്ടും ഇളക്കുകയാണ്. ഇളക്കലാണ് ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഫ്രൈഡ് റൈസ് സെറ്റായി. ഇപ്പോൾ തന്നെ നമുക്കത് സെർവ് ചെയ്യാവുന്ന രീതിയിൽ ആകാറായി. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിരിയാണി ഏകദേശം സെറ്റാകാറായി. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈസി എമ്മി സാധനമായിരിക്കും. കഴിച്ചു നോക്കുമ്പോൾ അറിയാം, ചിലപ്പോൾ വയറ്റിൽ പിടിക്കാൻ പറ്റാത്ത സാധനമായിരിക്കും. എന്തായാലും കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ലല്ലോ. അത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരും ഇനി ഏകദേശം ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ്, അതിനുള്ളിൽ നമ്മുടെ സാധനം റെഡിയാണ്. സാധനം റെഡിയായി. പുള്ളി കണ്ടൊക്കെ പറയുന്നുണ്ട്, ഒന്നുമേ പുരിയല്ലേ. പുള്ളി സാധനമൊക്കെ റെഡിയായി. പുള്ളി സെർവ് ചെയ്യാൻ തുടങ്ങി. വെറൈറ്റി പാത്രമൊക്കെയാണ്. സാധനം നമുക്ക് സെർവ് ചെയ്ത് കിട്ടാൻ തുടങ്ങി. വെറൈറ്റി പാത്രം. ഇത് കണ്ടിട്ട് എനിക്ക് ഡെസ്പാനായിട്ടത് ഓർമ്മ വന്നത്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ